അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കപ്പിൾ ക്ലോസ് റൂഫിനെ കുറിച്ചിട്ടാണ്. കപ്പിൾ ക്ലോസ് റൂഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഇപ്പോൾ ഇതിൽ കൊടുത്ത അലങ്കാരങ്ങളൊന്നും ഇതിലില്ല. ഇത് ജസ്റ്റ് അവർ അതിൻ്റെ സ്ട്രക്ചർ മാത്രം എന്താണ് ഡിഫറൻസ് വരണേന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളൂ. അതായത് എങ്ങനെ ഈ കപ്പിൾ റൂഫിൽ നിന്ന് കപ്പിൾ ക്ലോസ് റൂഫിന് എന്താ ഡിഫറൻസ് എന്നുള്ള ആ സ്ട്രക്ചർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്ന സമയത്ത് ഈ അലങ്കാരങ്ങളൊക്കെ വേണം. ഏത് നമ്മുടെ കോമൺ ഡ്രാഫ്റ്റർ വേണം, ബാറ്റൻസ് വേണം, റൂഫ് കവറിങ് വേണം. അപ്പോൾ ഈ ഈ സ്ട്രക്ചർ നമ്മുടെ മനസ്സിലിരിക്കുക. ബാക്കിയെല്ലാം കോമൺ ആണ്. അതായത് ബാറ്റൻസ് റൂഫ് കവറിങ് കോമൺ ആണ്. പിന്നെ വരുന്ന ഈ പാർട്ട് മാത്രം നമുക്ക് വരയ്ക്കേണ്ട. അപ്പോൾ ഇതിന് വരയ്ക്കുമ്പോൾ ഇതിന് ഡയമെൻഷൻസ് ഉണ്ടാവുമെന്ന് മാത്രം. പിന്നെ ഇത് എഴുതുന്ന സമയത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ എഴുതിയിരിക്കുന്ന വാക്കുകൾ എന്ന് വെച്ചാൽ കറക്റ്റ് മലയാളം വാക്കുകൾ അങ്ങനെയാണ്. അത് വായിച്ച് നോക്കിയിട്ട് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അത് അങ്ങനെ തന്നെ പകർത്തി വെക്കേണ്ട കേട്ടോ. പകർത്തി വെക്കരുത്. ഇത് വായിച്ച് നോക്കിയിട്ട് നമുക്കിത് എന്താണോ മനസ്സിലായത് അതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പം ഇത് എഴുതി വെക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു കപ്പിൾ റൂഫിന് നമ്മൾ പറഞ്ഞു റിഡ്ജ് ബേസിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ മറ്റേ കപ്പിൾ റൂഫ് ചെയ്യുന്നത്. അത് എവിടെയാണ് നമ്മൾ റിഡ്ജ് ബേസിൽ നിന്ന് എന്താണ് റാഫ്റ്റർ എവിടെ പോകുന്നു? വോളിൻ്റെ എൻഡിൽ വാൾ പ്ലേറ്റിലൂടെ പുറത്തേക്ക് വയ്ക്കുന്നു. അതിൻ്റെ അവിടെ ഈവ്സ് ബോർഡ് വയ്ക്കുന്നു. നമ്മൾ ഗട്ടർ കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ബാറ്റൻസ് കൊടുക്കുന്നു. അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റൂഫ് കവറിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? 3.6 മീറ്റർ ആണ് നമ്മൾ എന്തിനു കൊടുക്കുന്ന സ്പാൻ എന്ന് പറയുന്നത്. അതായത് 2.5 മീറ്റർ മുതൽ ലീൻ ടു റൂഫ് 2.5 മീറ്റർ ആണ് പറഞ്ഞത്. അപ്പോൾ 2.5 മീറ്റർ മുതൽ 3.6 മീറ്റർ വരെ നമുക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ കപ്പിൾ റൂഫിൻ്റെ സ്പാൻ നമുക്ക് കൊടുക്കാം. അപ്പം നെക്സ്റ്റ് റൂഫും ചെയ്യുമ്പോഴും ഇതേ സെയിം. പക്ഷേ ഇതിൽ അവർ സ്ട്രക്ചർ മാത്രം കൊടുത്തില്ല. അതായത് ആ കോമൺ ഡ്രാഫ്റ്ററിനെ സ്പാനിനെ ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ടൈ ബീം കൊടുത്തു. മറ്റേതിൽ നമ്മളെന്താ ടൈ ബീമിനോടൊപ്പം തന്നെ ഒരു റോഡും കൂടെ നമ്മളത് സെൻറ്ററിൽ, അത് സ്റ്റീലിൻ്റെ റോഡ് ഉപയോഗിക്കാം, നമുക്ക് മരത്തിൻ്റെ റോഡ് ഉപയോഗിക്കാം, ഏത് ടൈപ്പ് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് അതാണ് കപ്പിൾ ക്ലോസ് റൂഫ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ സെയിം നേരത്തെ എഴുതിയ അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഇതും എഴുതുന്നത്. രണ്ട് റിഡ്ജ് ബേസിൽ നിന്ന് രണ്ട് സൈഡിലേക്കും തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? 4.2 മീറ്ററോളം വരുന്നുണ്ട് അല്ലേ? 4.2 മീറ്റർ. അപ്പോൾ ഈ 4.2 മീറ്റർ വരുമ്പോൾ നമ്മൾ അതിൻ്റെ സ്പാനിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റൂഫിൻ്റെ സ്ട്രക്ചറിന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ഉറപ്പ് കിട്ടാൻ വേണ്ടി, കുറച്ചും കൂടെ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ടൈ ബീം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ വിത്തൗട്ട് കിങ് റോഡും ഉണ്ട്, വിത്ത് കിങ് റോഡും ഉണ്ട്. അങ്ങനെ കൊടുത്ത് നമ്മളത് അപ്പോൾ ഇങ്ങനെ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ആ സ്ട്രക്ചറിൽ ആ പാറ്റേൺ എന്താ പറയുക, ആ ഒരു എക്സ്ട്രാ കൊടുക്കുന്ന പാർട്ടിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അടുത്താണ് കോളാർ ബീം റൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ കോളാർ ബീം റൂഫ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? നിങ്ങൾ നോക്കി ഇതിൽ നിന്ന് എന്താ വ്യത്യസ്തം അല്ലേ? നമ്മൾ ടൈ ബീം എവിടെയാണ് കൊടുത്തത്? വാൾ പ്ലേറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ടൈ ബീം കൊടുത്തത്. ഇത് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? നമ്മൾ കോമൺ ഡ്രാഫ്റ്ററിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോളാർ ബീം എന്ന് പറയുന്നത്. വാൾ പ്ലേറ്റിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണെങ്കിൽ അതെന്താണ്? ടൈ ബീമാണ്. ഇതെന്താണ്? കോളാർ ബീമാണ്. ഇത് എവിടെ ഇരിക്കുന്നത്? നമ്മുടെ റാഫ്റ്ററിൻ്റെ മുകളിൽ, അതായത് കഴുക്കോലിൻ്റെ മുകളിലാണ് ഈ സാധനം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും സെയിം പർപ്പസ് ഒക്കെ സെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പാൻ എത്രയാണ് വ്യത്യാസം വരുന്നത്? 5 മീറ്റർ വരെ നമ്മൾ ഇതിൻ്റെ സ്പാൻ നമ്മൾ പറയുന്നുണ്ട്. 5 മീറ്റർ വരെ, 5 മീറ്റർ കോളാർ ബീം റൂഫ്. ഇതിന് നമുക്ക് 5 മീറ്റർ വരെ നമുക്ക് ഇതിന് എന്ത് പറയുന്നുണ്ട്? സ്പാൻ പറയുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ റിഡ്ജ് ബേസിൽ നിന്ന് രണ്ട് സൈഡിലേക്കും നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ ടൈ ബീമിന് പകരം നമ്മളിതിൽ ഉപയോഗിക്കുന്നത് എന്താണ്? കോളാർ ബീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കണക്റ്റഡ് ആവുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കോമൺ ഡ്രാഫ്റ്ററിൽ നിന്നാണ് അത് കണക്റ്റ് ആവുന്നത്. ഇത്രയാണ് നമുക്കിതിൽ ഈ ഒരു റൂഫിൽ വരുന്നത്. അപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ ബാക്കി അലങ്കാരങ്ങളൊക്കെ അതുപോലെ ബാറ്റൻസ് വരയ്ക്കുന്നു, റൂഫ് കവറിങ് വരയ്ക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇതിപ്പോൾ എന്താ പറയുക, ബാറ്റൻസിൻ്റെ സൈസ് നമുക്ക് തരും എത്രയാണെന്നുള്ളത്. അപ്പോൾ ആ സൈസിൽ നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അത്രയും വലുപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു സംഭവമാണ്. നമ്മൾ കട്ട് ചെയ്ത് കാണുമ്പോൾ പട്ടിക കട്ട് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ. പിന്നെ റൂഫ് കവറിങ്ങിന് ജസ്റ്റ് 2 ഡബിൾ ലൈൻ ഇട്ടിട്ട് നമ്മളത് അങ്ങനെ കാണിക്കുള്ളൂ, അല്ലാണ്ട് ഓട് വരയ്ക്കൊന്നുമില്ല. ഒരു ഡബിൾ ലൈൻ ഇട്ടിട്ട് അവിടെ കവറിങ്ങിൻ്റെ ഒരു ഇതാണെന്നുള്ളത് നമ്മൾ അങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കോളാർ ബീം റൂഫ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. നമുക്കിത് വരയ്ക്കാനും കൂടി ഉള്ളതാണ് കേട്ടോ.
അപ്പോൾ ഈ ഇങ്ങനെ 2-3 റൂഫ് പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. കോമൺ റാഫ്റ്റർ, റിഡ്ജ് ബീസ്, റാഫ്റ്റർ. കോമൺ റാഫ്റ്റർ എന്താണ്, റിഡ്ജ് ബീസ് എന്താണ്, കോളാർ ബീം എന്താണ്, ടൈ ബീം എന്താണ്, വാൾ പ്ലേറ്റ് എന്താണ്, ഈവ്സ് ബോർഡ് എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചു പോവാണ്. കാരണം 1 വേർഡിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങൾ എവിടെ ഉള്ളതാണെന്നുള്ളത് നമുക്ക് മൈൻഡിലുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ സ്പാൻ റൈസ് എന്ന് പറയുന്നത്, അതായത് ഈ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത്, ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ കിങ് റോഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്, റൈസ് 1/3 ഭാഗമാണ്. അതായത് സ്പാനിൻ്റെ 1/3 ഭാഗമാണ് നമ്മൾ ഇതിൻ്റെ റൈസ് നമ്മൾ കൊടുക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ അപ്പോൾ ഈ കോളാറിൽ തന്നെ വേറൊരു വേർഷൻ, ഇപ്പം നമ്മൾ വിത്തൗട്ട് കിങ്ങും വിത്ത് കിങ്ങും പറഞ്ഞ പോലെ തന്നെ കോളാറിൽ തന്നെ വേറൊരു വേർഷൻ വരുന്നുണ്ട്, സിസേഴ്സ് കട്ട് എന്ന് പറഞ്ഞിട്ട്, സിസേഴ്സ് റൂഫ് എന്ന് പറഞ്ഞിട്ട്. അതായത് കത്രിക പോലെ തന്നെ നമ്മൾ ക്രോസ് ആയിട്ട് നമ്മൾ ആ റാഫ്റ്ററുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടുക എന്നുള്ളത് മാത്രം തന്നെയാണ് ഇതിൻ്റെ പർപ്പസ് ആയിട്ട് വരുന്നത്. കോളാർ ആൻഡ് സിസേഴ്സ് റൂഫ് ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെ, 5 മീറ്റർ തന്നെയാണ് നമുക്ക് അതിൻ്റെയും സ്പാൻ നമുക്ക് വരുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത്, സിംഗിൾ റൂഫിൽ വരുന്നത്. ഏതൊക്കെയായിരുന്നു, ലീൻ ടു റൂഫ്, പിന്നെ എന്തായിരുന്നു, കപ്പിൾ റൂഫ്, കപ്പിൾ ക്ലോസ് റൂഫ്. അതിൽ തന്നെ 2 ഉണ്ട്, വിത്തൗട്ട് കിങ്ങും റോഡും വിത്ത് കിങ് റോഡും. പിന്നെ കോളാർ ബീം റൂഫ്, കോളാർ ബീമിൻ്റെ തന്നെ സിസേഴ്സ് റൂഫ്. അപ്പോൾ ഇങ്ങനൊരു 5, 6, 7 തരം റൂഫുകൾ സിംഗിൾ റൂഫിൽ തന്നെ നമ്മൾ വരുന്നുണ്ട്. അതിൻ്റെ ഡിഫറൻസ് ഇതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ വരച്ച് വെച്ചാൽ മതി. ഇതുപോലെ തന്നെ നിങ്ങൾ വരച്ച് വെച്ച്, അതിൻ്റെ ഫുൾ സ്ട്രക്ചർ വേണമെന്നൊന്നുമില്ല. ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യണ സമയത്ത് ഫുൾ സ്ട്രക്ചർ വരയ്ക്കണം എന്നില്ല കേട്ടോ. ഞാൻ ഡ്രോയിങ് വരയ്ക്കാൻ പറഞ്ഞത്, നമ്മുടെ ട്രേഡ് ഡ്രോയിങ്ങിൽ റൂഫ് വരയ്ക്കാൻ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? നമ്മൾ എക്സാമിന് തിയറി പേപ്പറിൽ ക്ലാസിഫിക്കേഷൻ, പിക്ചർ റൂഫിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സിംഗിൾ റൂഫിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോട്ട് നമുക്ക് കാര്യമായിട്ട് എഴുതാനില്ല. ഇതിങ്ങനെ ഈ ചിത്രം വരച്ചതിന് ശേഷം നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മളിതിൻ്റെ ഇതുപോലെ വരച്ചാലും മതി. എങ്ങനെ, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ വരച്ച്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളിത് വരച്ചിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് സിംഗിൾ റൂഫിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് എന്ത്, ഡബിൾ അല്ലെങ്കിൽ പർലിൻ റൂഫ്. ഇനി എന്താണ് ഡബിൾ അല്ലെങ്കിൽ പർലിൻ റൂഫ് എന്നുള്ളത് നമുക്ക് നോക്കാം. റാഫ്റ്റർ, പർലിൻ എന്നീ 2 ഘടകങ്ങൾ അടങ്ങുന്നതാണ് ഡബിൾ അല്ലെങ്കിൽ പർലിൻ റൂഫ്. പർലിനുകൾ റാഫ്റ്ററുകൾക്ക് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് നൽകുന്നു. അതായത് ഇപ്പോൾ ഇതേ സെയിം ഇത് വേറെ പ്രത്യേകതകളൊന്നുമില്ല. നമ്മളിതിൽ കോളാർ ബീം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ കോളാർ ബീമിനും അതുപോലെ തന്നെ നമ്മുടെ കോമൺ റാഫ്റ്ററിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് പർലിൻ എന്ന് പറഞ്ഞൊരു പാർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇതാണ് ആ റൂഫിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മളോട് പറയുന്നത്. പർലിൻ എന്ന് പറയുന്നത്, ഡബിൾ ഓർ പർലിൻ റൂഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സാധാരണ കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്പാനിലും വ്യത്യാസം വരുന്ന സ്പാൻ ഈ രീതി ഉപയോഗിക്കും. 4.8 പറയുന്നത്. ഡബിൾ റൂഫിൻ്റെ പർലിൻ റൂഫിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 4.8 വരെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കോളാർ ബീം പോലെ തന്നെയാണ്, കോളാർ ബീം തന്നെയാണ് സംഭവം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ പർലിനും കൂടി, അതായത് ഈ കോമൺ റാഫ്റ്ററിനെയും ഈ കോളാറിനെയും കൂടി കണക്ട് ചെയ്തിട്ട് പർലിൻ എന്ന് പറയുന്നൊരു പാർട്ട് കൂടെ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു റൂഫിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകതകളൊന്നുമില്ല. കോളാർ ബീമിൻ്റെ ഒപ്പം നമ്മൾ എന്തു കൂടെ കൊടുക്കുന്നുണ്ട്, ഒരു പർലിനും കൂടെ കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കോമൺ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ ഡബിൾ ഓർ പർലിൻ റൂഫ്, 2 സൈഡിലും നമ്മളത് പർലിൻ, നമ്മൾ 2 സൈഡിലും കോളാർ ബീമിൻ്റെ 2 സൈഡിലും നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അതിനെ ഡബിൾ ഓർ പർലിൻ റൂഫ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സ്ട്രക്ചറൊക്കെ ഒരുപോലെ തന്നെ, എഴുതുന്ന കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെ നിങ്ങൾ എഴുതാം. ഇനി വരുന്നതാണ്, അപ്പോൾ സിംഗിൾ റൂഫ് കഴിഞ്ഞു, അതുപോലെ തന്നെ ഡബിൾ റൂഫും കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ എന്ത് വരുന്നത്, ട്രസ്ഡ് റൂഫ് വരുന്നത്. മൂന്നാമത്തെ
ഈ ട്രസ്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള റൂഫ് ട്രസ്ഡ്. അതായത് ഇതിനെ നമ്മൾ പറയുന്നതാണ് കിങ് പോസ്റ്റ് ട്രസ് എന്നാണ് പറയുക. ട്രസ്ഡ് റൂഫ്, ട്രസ് ആയിട്ടാണ് നമ്മളിത് ഇല്ല അല്ലേ. മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് ഇപ്പോൾ സിംഗിൾ റൂഫ്, ഡബിൾ റൂഫ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ട്രസ്ഡ് റൂഫ്. അപ്പോൾ ട്രസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രസ് വർക്കുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നതല്ല. ഇതിപ്പോൾ നമ്മൾ വുഡ് കൊണ്ട് ചെയ്യുന്ന പഴയ വീടുകളുടെയൊക്കെ എന്താ പറയുക ട്രസ് വർക്ക്, റൂഫിൻ്റെ ടൈൽ റൂഫിനൊക്കെ നമ്മൾ കൊടുക്കുന്ന വലിയ വലിയ വീടുകൾക്ക്. ഇപ്പം നമ്മുടെ PNSൻ്റെ ഒക്കെ റൂഫ് ഏകദേശം ഇത്തരത്തിലുള്ള ഒരു 72-ൽ ചെയ്തിട്ടുള്ള റൂഫുകളാണ്. ആ ശരി, അതൊക്കെ കറക്റ്റ്. അതൊക്കെ ഇപ്പോഴും നല്ല മരങ്ങളാട്ടോ, ഒന്നും അതിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ട്രസ്ഡ് റൂഫ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണാം. ഇത് നമുക്ക് വരയ്ക്കാനുള്ളത് തന്നെയാണ്, വരയ്ക്കാനുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ സംഭവം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇത് ട്രസ്ഡ് റൂഫ്. നമുക്ക് എന്താ പറയുക പല തരത്തിലുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ രണ്ട് തരത്തിലുള്ള റൂഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതൊന്ന് കിങ് പോസ്റ്റ് ട്രസ്സും രണ്ടാമത്തേത് ക്യൂൻ പോസ്റ്റ് ട്രസ്സും. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒന്ന് കിങ് പോസ്റ്റ്. കിങ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോസ്റ്റാണ് ഇതിൽ സെൻറ്ററിൽ കണ്ട. ഈ ഒറ്റ പോസ്റ്റാണ് സെൻറ്ററിൽ നിർത്തിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്ട്രട്ട് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ കൊടുത്തിട്ട് നിർത്തിക്കണം. അതാണ് കിങ് എന്ന് പറയുന്നത്, കിങ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഒറ്റ പോസ്റ്റേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു വൺ സൈഡാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ഇതുപോലെ തന്നെ അപ്പുറത്തേക്കും ഉണ്ട്. അതായത് ഇതാണ് ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതേപോലെ തന്നെ അപ്പുറത്തും ഒരെണ്ണം ഉണ്ടായിരിക്കും. അതാണ് എന്ത് ക്യൂൻ പോസ്റ്റ്. രണ്ടെണ്ണം വരുന്നുണ്ട് നമുക്ക്. ക്യൂൻ പോസ്റ്റിൽ 2 പോസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ അപ്പുറത്തും നമുക്ക് അങ്ങനെ ഒരു പാർട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് പല ടൈപ്പിലുണ്ട്. നമുക്ക് ഡ്രസ് വർക്കുകൾ നമുക്ക് പല ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കിങ് പോസ്റ്റ്, ക്യൂൻ പോസ്റ്റ്, മാൻസാർഡ്, ട്രൺഗേറ്റഡ്, ബെൽഫാസ്റ്റ്, സ്റ്റീൽ, കമ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതിൽ നമുക്ക് 2 എണ്ണമാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് കിങ് പോസ്റ്റ് ഡ്രസ്സും രണ്ടാമത്തേത് ക്യൂൻ പോസ്റ്റ് ഡ്രസ്സും. ഇത് വരയ്ക്കാനും നമുക്കുണ്ട് ഈ കിങ് പോസ്റ്റ് ഡ്രസ്സൊക്കെ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വരയ്ക്കാൻ ഇച്ചിരി സമയം എടുക്കുന്നത് കൊണ്ട് ആകെ 1 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് തരിക ഡ്രോയിങ്ങിന്. അപ്പോൾ ഇത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. മറ്റുള്ള റൂഫുകളാണ് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഏത് ഈ കപ്പളും ക്ലോസും ടൈ ബീമും കോളാറ് അങ്ങനെ വരുന്ന സംഭവങ്ങളാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇനി എന്താണ് ഈ കിങ് പോസ്റ്റ് ഡ്രസ്സിൻ്റെ ഇതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നോക്കിയത് ഇതിപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ആ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ 2 വോളുണ്ട് അല്ലേ. അതിൻ്റെ സ്പാൻ എന്തായിരിക്കും കൂടുതലായിരിക്കും. 5 മീറ്ററിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. 5 മീറ്റർ മുതൽ 8 മീറ്റർ വരെ നമുക്ക് സ്പാനിൽ നമുക്ക് എന്ത് കൊടുക്കാം. 8 മീറ്റർ വരെയാണ് കിങ് പോസ്റ്റ് ഡ്രസ്സിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. 5 മീറ്റർ മുതൽ 8 മീറ്റർ വരെയാണ് കിങ് പോസ്റ്റ് ഡ്രസ്സിൻ്റെ എന്ത് പറയുന്നത് സ്പാൻ എന്ന് പറയുന്നത്. എന്നിട്ട് അത് നോക്കി ബാക്കി നമുക്ക് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് വാൾ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. വോളാണ് ഈ 2 എൻഡിൽ കൊടുത്തിരിക്കുന്നത് വോളാണ്. ഈ വോളിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ടൈ ബീം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ടൈ ബീമിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, കിങ് പോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഈ കിങ് പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് കോമൺ റാഫ്റ്ററിലേക്ക്, അതായത് ആദ്യത്തെ ഇരിക്കുന്നത് കോമൺ റാഫ്റ്ററാണ്. കോമൺ റാഫ്റ്റർ അല്ല, പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഈ സ്ട്രറ്റ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്, ഇത് സ്ട്രറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്ട്രറ്റിന്. അതിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട് 10 × 10 സെൻറ്റിമീറ്റർ. ഈ സ്ട്രറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 2 ലൈൻ കാണുന്നുണ്ടല്ലോ, കണ്ടോ അവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട് കിങ് പോസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക്. ഈ സ്ക്രൂ ചെയ്ത് വരുന്ന ഈ ഒരു പാർട്ടിന് നമ്മൾ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്നാണ് പറയാം. അതിൻ്റെ മുകളിലിരിക്കുന്നതാണ് കോമൺ റാഫ്റ്റർ. അതിൻ്റെ മുകളിലാണ് നമുക്ക് എന്ത് വരുന്നത്, റൂഫ് കവറിങ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി റാഫ്റ്ററുകളുടെ എണ്ണം ഇത്തിരി കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ പിക്ചർ മനസ്സിൽ വരുമ്പോൾ ആദ്യം നമുക്ക് എന്താ 2 വോളാണ്. 5 മുതൽ 8 മീറ്റർ വരെ സ്പാനിൽ വരുന്ന 2 വോള്, അത് നമ്മുടെ മനസ്സിൽ വരാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് വരുന്നത്, 2 വാൾ പ്ലേറ്റ് അല്ലേ. വോളിൻ്റെ മുകളിൽ വാൾ പ്ലേറ്റ്. ആ വാൾ പ്ലേറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ടൈ ബീം വെക്കുന്നത്. ഈ ടൈ ബീമിനോട് സെൻട്രലായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ കിങ് പോസ്റ്റ് കൊടുക്കുന്നത്. ഈ കിങ് പോസ്റ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട് 2 സ്ട്രക്റ്റുകൾ നമ്മൾ പ്രിൻസിപ്പൽ റാഫ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ കിങ് പോസ്റ്റിനെയും ടൈ ബീമിനും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ കിങ് പോസ്റ്റിനെയും പ്രിൻസിപ്പൽ റാഫ്റ്റിൻ്റെ അകത്ത് ഈ ഇങ്ങനെ ഈ എരോ പോലെ ഇരിക്കുന്നത് അത് സ്ക്രൂ ചെയ്ത് വെക്കുന്നതാണ്. നമ്മളതിനെ കുറച്ചും കൂടി സ്ട്രെങ്ത് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ സ്ക്രൂ ചെയ്ത് വെക്കുന്നതാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്, കോമൺ റാഫ്റ്റർ നമ്മൾ വെക്കുന്നത്. ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിന് മുകളിലാണ്. ഇനി ആ കോമൺ റാഫ്റ്ററിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, ക്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ക്ലീറ്റിൻ്റെ ഫോട്ടോ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് പ്രിൻസിപ്പൽ റാഫ്റ്ററിന് ഇതിന് ഒരു സ്റ്റീലിൻ്റെ ഉപയോഗിക്കാം, വുഡിൻ്റെ ഉപയോഗിക്കാം. നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ഈ ക്ലീറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്നലെ ഞാനതൊരു ഫോട്ടോ ഞാനത് കാണിച്ചു തന്നിരുന്നു. പിന്നെന്താണ്, അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, റൂഫ് കവറിങ് എടുക്കുന്നത്. ഇത് റിഡ്ജ് കവർ, അതിൻ്റെ മുകളിൽ നമ്മൾ ഈ എന്താ പറയുക മൂലോട് പോലെയൊക്കെ അങ്ങനെ കവർ ചെയ്ത് വെക്കില്ലേ, അതാണ് റിഡ്ജ് കവർ. ഒരു ഷീറ്റ് ഇതുപോലെ ഇട്ടിട്ടൊക്കെ ചിലപ്പോൾ കവർ ചെയ്ത് വെക്കും, അതാണ് റിഡ്ജ് കവർ ഉണ്ട്. പിന്നെന്താണ് റിഡ്ജ്, പർലിൻ, കോമൺ റാഫ്റ്റർ. ഈ ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, പർലിൻ കൊടുത്തിട്ടുള്ളത്. ഈ ഇതുപോലെ തന്നെ ഇവിടെ ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, ക്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 2 വാൾ പ്ലേറ്റ്, അതിൻ്റെ മുകളിൽ ടൈ ബീമിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, കിങ് പോസ്റ്റ് കൊടുക്കുന്നു. കിങ് പോസ്റ്റിനോട് ചേർന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് 2 സ്ട്രറ്റ് എന്നാണ് നമ്മൾ പറയുക. ഇങ്ങനെ ഈ ചെരിച്ച് കൊടുത്തിരിക്കുന്ന ഭാഗത്തിന് സ്ട്രറ്റ്. അതെവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പ്രിൻസിപ്പൽ റാഫ്റ്ററായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ പ്രിൻസിപ്പൽ റാഫ്റ്ററിനെയും അതുപോലെ തന്നെ കോമൺ റാഫ്റ്ററിനെയും കണക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ പർലിൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ക്ലീറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിന് തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഈ ക്ലീറ്റ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ആ ലൈൻസ് കാണുന്നതാണ് എന്ത്, കോമൺ റാഫ്റ്റർ. അതിൻ്റെ മുകളിലാണ് എന്ത്, റൂഫ് കവറിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 ലെയറാണ് ഇതിൽ വരുന്നത്. അതെന്താന്നുള്ളത് അത് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇത് സിമ്പിളാണ് ഇത് വരയ്ക്കാൻ. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ സൈസ് കാണിച്ചിരിക്കുന്നതുണ്ടോ, കിങ് പോസ്റ്റ് 10x10, സ്ട്രറ്റ് 10x10. ഇതേപോലെ നിങ്ങൾക്ക് അളവ് തരും എന്തിൽ, ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വരയ്ക്കണം. ആ വീതി ഇൻറ്റു തിക്നെസ്, കനം, ഇതൊക്കെയാണ് അവർ 10x10 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ആ 10x10 എന്ന് പറയുമ്പോൾ എത്രയാണോ നമ്മൾ സ്കെയിലെടുത്ത് വരയ്ക്കണമെന്ന് വെച്ചെങ്കിൽ ആ സ്കെയിൽ അനുസരിച്ചിട്ട് നമ്മളിതിൽ വരയ്ക്കണം. സാധാരണ കിങ് പോസ്റ്റ് ചോദിക്കാറില്ല, പക്ഷെ തിയറിയിൽ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ പ്രൊസീജിയർ ഓഫ് കിങ് പോസ്റ്റ് ഡ്രസ്സ്, അതിൻ്റെ വർക്കിംഗ് ഇതെന്താ, എന്തെങ്കിലും നമുക്ക് കിങ് പോസ്റ്റിൻ്റെ ഇത് തിയറിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ചിത്രം ഒന്ന് വരച്ച് വെച്ചിട്ട് ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളത് നമ്മളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് സ്പാൻ പറഞ്ഞു, സ്പാൻ മറക്കരുത്. 5 മുതൽ 8 മീറ്റർ വരെയാണ് കിങ് പോസ്റ്റ്. പിന്നെ ക്യൂൻ പോസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, അതിലും കൂടുതലായിരിക്കും നമുക്ക് അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് അല്ലേ. 8 മുതൽ 12 വരെയാണ് ക്യൂൻ പോസ്റ്റിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. എത്രയാണ്, 8 മുതൽ 12 വരെയാണ് നമ്മുടെ ക്യൂൻ പോസ്റ്റിൻ്റെ സ്പാൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതാണ് ഈ കിങ്ങിനെ എടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്തത്, 2 സൈഡിലേക്കും ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്തിട്ട്, കാരണം അതിൻ്റെ ലെങ്ത്ത് വീണ്ടും കൂടിയില്ലേ, അതായത് സ്പാനിൻ്റെ ലെങ്ത്ത് വീണ്ടും കൂടിയതുകൊണ്ട് അത് നമുക്കതിനെ ഒന്നുകൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, എന്നല്ലെങ്കിൽ അത് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടി കിങ് പോസ്റ്റ് മാറ്റിയിട്ട് ഒരു ക്യൂനായിട്ട് ഇപ്പുറത്തും വെച്ചു. സെയിം പാർട്ട് തന്നെ നമുക്ക് എവിടെ ഉണ്ടാവും, അപ്പുറത്തും ഉണ്ടാവും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ടൈ ബീം ഉണ്ട്, വാൾ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ടൈ ബീം, അതിൻ്റെ മുകളിൽ പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉണ്ട്, അതിൻ്റെ മുകളിൽ പർലിൻസ് ഉണ്ട്, ക്ലീറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ കോമൺ റാഫ്റ്റർ ഉണ്ട്, അതിൻ്റെ മുകളിൽ റൂഫ് കവറിങ് ഉണ്ട്, റിഡ്ജ് ഉണ്ട്. ഇതെല്ലാം സെയിം തന്നെ. അതിൽ ഇരിക്കുന്ന ഒരു സ്ട്രെയിനിങ് ബീം എന്ന് പറഞ്ഞിട്ടൊരു ബീം നമ്മളിവിടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ട്രറ്റ് നമുക്ക് കിങ് പോസ്റ്റിലെ പോലെ തന്നെ ക്യൂൻ പോസ്റ്റിലും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തും ഒരു ഭാഗം ഉണ്ടായിരിക്കും. അതിൽ എക്സ്ട്രാ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ആ കോളാർ ബീം പോലൊരു ബീം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ സ്ട്രെയിനിങ് ബീം എന്നാണ് പറയുന്നത്. കണ്ട, സ്ട്രെയിനിങ് ബീം എന്നാണ് നമ്മളതിനെ പറയുന്നത്. കോളാർ ബീമിന് പോലെ തന്നെ ഒരു ബീം നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്നതാണ് സ്ട്രെയിനിങ് ബീം. അപ്പം ഇങ്ങനെ ഇത് കൊടുത്ത് നിർമ്മിക്കുന്ന, അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇങ്ങനെയാണെന്നുള്ളത് അങ്ങ് എഴുതി വെച്ച് ജസ്റ്റ് ഇതിൻ്റെ ഫിഗർ ഒന്ന് വരച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ശരിക്കും പ്രധാനമായിട്ടും നമ്മൾ റൂഫിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, സ്ലോപ്പിംഗ് റൂഫ്, അതായത് പിച്ച്ഡ് റൂഫ്, ഫ്ലാറ്റ് റൂഫ്, മാൻഷാർഡ് റൂഫ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും പിച്ച്ഡ് സ്ലോപ്പിംഗ് റൂഫിന് നമ്മൾ പല ഇത് റൂഫ്, ഹിപ്പ് റൂഫ്, ഗേബിൾ റൂഫ്, ഗ്രാമ്പിൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പിച്ച്ഡ് റൂഫിന് വീണ്ടും നമ്മൾ എങ്ങനെ സിംഗിൾ റൂഫ്, ഡബിൾ റൂഫ്, ട്രസ് റൂഫ് എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ട് തിരിച്ചു. അതിൽ സിംഗിൾ റൂഫ് തന്നെ 5 ടൈപ്പ് ഉണ്ട്. അതിലാണ് ഇത് സ്പാൻ, അതായത് മാക്സിമം 5 മീറ്റർ വരെയാണ് സിംഗിൾ റൂഫിലെ സ്പാൻ നമ്മൾ കൊടുക്കുന്നത്. അതിൽ 2.5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്പാൻ എങ്കിൽ അത് ലെയിൻ ടു റൂഫ്, 2.5 മുതൽ 3.6 വരെ ആണെങ്കിൽ അതെന്താ കപ്പിൾ റൂഫ്, 3.6 മുതൽ 4.2 വരെയാണെന്നുണ്ടെങ്കിൽ അത് കപ്പിൾ ക്ലോസ് റൂഫ്. അതിലാണ് നമ്മൾ ടൈ ബീം റോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് എന്ത് കോളാർ ബീം റൂഫ് അല്ലേ. അതിൽ തന്നെ സിസേഴ്സ് ഉണ്ട്, 2 രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സിംഗിൾ റൂഫ്, പിന്നെ ഡബിൾ ഓർ പർലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോളാർ ബീം പോലെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ കോമൺ ഡ്രാഫ്റ്ററിനെയും കോളാർ ബീമിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് പർലിൻ എന്ന് പറയുന്നൊരു പാർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡബിൾ ഓർ പർലിൻ റൂഫ്. പിന്നെ പറയണത് എന്താണ് ട്രസ് റൂഫ്. അതിലാണ് 2 എണ്ണം വരുന്നത്. ഏതൊക്കെയാണ്? കിങ് പോസ്റ്റ് ട്രസ്സും ക്യൂൻ പോസ്റ്റ് ട്രസ്സും. ഇങ്ങനെ 2 ട്രസ്സുകളാണ് നമുക്കതിൽ, ട്രസ് വർക്കുകളാണ് നമുക്ക് സാധാരണ പറയുക. അപ്പോൾ കിങ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മൾ പറഞ്ഞാൽ 5 മുതൽ 8 വരെയും, ക്യൂൻ എന്ന് പറയുമ്പോൾ 8 മുതൽ 12 വരെയുമാണ് അതിൻ്റെ സ്പാൻ. അപ്പോൾ ഞാനത് തുടക്കത്തിലെ റൂഫിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്പാനിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓരോ പേരുകൾ നമ്മൾ ഇതിനിങ്ങനെ മാറി മാറി വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് റൂഫിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൂഫിൻ്റെ പാർട്സുകളും അതുപോലെ തന്നെ റൂഫിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ്. അപ്പോൾ അതൊന്ന് ഇപ്പോൾ ഇന്ന് കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കേട്ടാലും മതി, ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഡ്രോയിങ്ങളൊക്കെ വരയ്ക്കേണ്ടതാണ്. സമയം കിട്ടുന്നവർ വീട്ടിലിരുന്നിട്ട് ഇത് വരയ്ക്കാം. അതിനിപ്പോൾ ഇവിടെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിനി ഡ്രാഫ്റ്റർ ഉണ്ടായാലും മതി, അല്ലെങ്കിൽ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് കേട്ടാ. ഓക്കെ, അപ്പം നമുക്ക് നിർത്തിയാലോ? 9:02 ആയി. ഓക്കെ, ഗുഡ് നൈറ്റ്.